ബിയും എനി റിയൽ നമ്പേഴ്സ്. എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും എന്താന്ന് നമുക്ക് അറിയാൻ പാടില്ല, അത് പറയണം. അതിനകത്തുള്ള ഓരോ ടേംസ് എന്താന്ന് പറഞ്ഞു. എയും ബിയും ഇനി റിയൽ നമ്പേഴ്സ് ആണ്. അതിന്റെ ഐയോ ഐയുടെ വില റൂട്ട് -1. റൂട്ട് -1. ഐ ഈക്വൽ ടു റൂട്ട് -1 റൂട്ട് -1. എ പ്ലസ് ഐ ബി ഫോമിലുള്ള നമ്പേഴ്സ് ആണ്. എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. വാല്യൂ ഓഫ് ഐ ഈക്വൽ ടു റൂട്ട് -1. ശരി. ഐ റേസ്റ്റ് 4ന്റെ വാല്യൂ എത്രയായിരുന്നു ഫാത്തിമ സലീമെ? ഐ റേസ്റ്റ് 4 1. ഐ റേസ്റ്റ് 8 1. ശരി. ഐ സ്ക്വയർ ഹസ്ന സുജീറെ, ഐ സ്ക്വയറിന്റെ വാല്യൂ എത്രയാ? -1. ഐ ക്യൂബോ ഹസ്ന? -i. ആ 4 വാല്യൂസ് നമ്മൾ കാണാപ്പാടം പഠിക്കണം കേട്ടോ. ഐ തന്നെ ഐ ഈക്വൽ ടു റൂട്ട് -1. ഐ ഈക്വൽ ടു റൂട്ട് -1. ഐ സ്ക്വയർ -1 നമ്മൾ ബൈഹാർട്ട് 4 വാല്യൂസ് ബൈഹാർട്ട് ചെയ്താൽ മതി. ഐ സ്ക്വയർ -1 ആണ്. ഐ ക്യൂബ് -i ആണ്. ഐ റേസ്റ്റ് 4 1 ആണ്. ഓക്കെ അല്ലോ? ആ 4 വാല്യൂസ് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ബുക്കിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് നിങ്ങൾ. ഐ ഈക്വൽ ടു റൂട്ട് -1. ഐയുടെ സ്ക്വയർ ആയി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ -1 ആണ്. ഐയുടെ ക്യൂബ് ആയി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ -i ആണ്. ഐ റേസ്റ്റ് 4 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. ഈ 4 വാല്യൂസ് ഉള്ളൂ. പിന്നെ ഐ റേസ്റ്റ് 5 എന്താണ്? ഐ റേസ്റ്റ് 5 എന്ന് പറഞ്ഞാൽ ഐ തന്നെയാണ്. ഐ റേസ്റ്റ് 6 ഐ സ്ക്വയർ ആണ്. ഐ റേസ്റ്റ് 7 ഐ ക്യൂബ് ആണ്. ഐ റേസ്റ്റ് 8 ഐ റേസ്റ്റ് 4 ആണ്. ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആകെ 4 വാല്യൂസ് ഉള്ളൂ കേട്ടോ. 4 വാല്യൂസ് ഉള്ളൂ, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട്, ഐയുടെ പവർ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാൽ ഐയുടെ ഏത് പവർ ആണെങ്കിലും കണ്ടുപിടിക്കാനുള്ള മാർഗം തൊട്ടു താഴെയുള്ള 4ന്റെ മൾട്ടിപ്പിൾ അവിടെ നിന്ന് മാറ്റുക. നമ്മൾ ഇന്നലെ 2 പറഞ്ഞതാണ്. തൊട്ടു താഴെയുള്ള 4ന്റെ മൾട്ടിപ്പിൾ ഒഴിവാക്കുക. അത് 1 ആയിരിക്കും. ബാക്കിയുള്ള കണ്ടുപിടിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ ഇട്ട് പറയുകയാണെങ്കിൽ ഐ റേസ് ടു 252. ഐ റേസ്റ്റ് 252 എന്തായിരിക്കും? ഐ റേസ്റ്റ് 252ന്റെ വാല്യൂ ഐ റേസ്റ്റ് 252 എന്തായിരിക്കും? നമ്മൾ ആദ്യം നോക്കേണ്ടത് 252 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. 252 4ന്റെ മൾട്ടിപ്പിൾ ആണോ, അല്ലെങ്കിൽ 252യുടെ തൊട്ട് താഴെയുള്ള 4ന്റെ മൾട്ടിപ്പിൾ എന്താണ്? അതാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. 4ന്റെ മൾട്ടിപ്പിൾ ആണോ 252? എന്തൊരു വർഷാതെ 252 4ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ? 252നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ കിട്ടുവാണെങ്കിൽ ഓക്കെ ആണ്. ഇനി റിമൈൻഡർ ഒക്കെ വരുവാണെങ്കിൽ, ഡെസിമൽ ഒക്കെ വരുവാണെങ്കിൽ അത് മൾട്ടിപ്പിൾ അല്ല. എക്സാക്ട് നമ്പർ കിട്ടുവാണെങ്കിൽ മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിൾ ആണ്. 240 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? 252 4ന്റെ മൾട്ടിപ്പിൾ ആണ് കേട്ടോ. 252 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ 1 ആണ്. ഐ റേസ്റ്റ് 252 ഈക്വൽ ടു 1. 252 ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഐ റേസ്റ്റ് 502 എത്രയാണ്? ഐ റേസ്റ്റ് 502 എത്രയാന്ന് വെച്ചാൽ 502 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക. 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള 4ന്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുക. തൊട്ട് താഴെ കേട്ടോ, അല്ലാണ്ട് വേറെ എവിടെയും ദൂരെ കൊണ്ട് അല്ല കണ്ടുപിടിക്കണ്ടേ. 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ തൊട്ട് താഴെ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? സന? 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 4ന്റെ മൾട്ടിപ്പിൾ അല്ല. ശരി. അപ്പൊ തൊട്ട് താഴെ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? പെട്ടെന്ന് നോക്കണം. പെട്ടെന്ന് കാൽക്കുലേറ്റർക്ക് എടുത്ത് വെച്ചിട്ടിരുന്നോ? കാൽക്കുലേറ്റർക്ക് ഉപയോഗിക്കാലോ നിങ്ങൾക്ക്, പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ. തൊട്ട് താഴെ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 500 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 500 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ശരി. റിമൈൻഡർ 2. റിമൈൻഡർ 4 കൂടുതൽ വരരുത് കേട്ടോ. കാണുമ്പോഴേ റിമൈൻഡർ 4 കൂടുതൽ വരരുത്. 4 കൂടുതൽ വന്നതിന്റെ അർത്ഥം എന്താണ്? വേറൊരു മൾട്ടിപ്പിൾ കൂടെ ഉണ്ടെന്ന് അർത്ഥം.
തൊട്ടടുത്ത് വരുന്ന വേറൊരു മൾട്ടിപ്പിളോടെ ഉണ്ടെന്നാണ് അർത്ഥം. റിമൈൻഡർ 4 കൂടുതൽ വന്നത്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം വരാവുന്ന റിമൈൻഡർ 3 ആണ്. മാക്സിമം വരുന്ന റിമൈൻഡർ 3 ആയിരിക്കും. അപ്പോൾ I⁻500 ഇതിന് നമുക്ക് I⁻500 കാരണം ഈ 500 4ന്റെ മൾട്ടിപ്പിൾ ആണ് ഇൻറ്റു I² എന്ന് എഴുതാം. I⁻500 1 ആയിരിക്കും കേട്ടോ. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1 ആണ്. I² -1 ആണ്. അപ്പൊ 1 × -1 -1. ഇത് I² തന്നെയാണ്. I⁻502 എന്ന് പറഞ്ഞാൽ I² തന്നെയാണ് വരുന്നത്. ഇനി I⁻503 എന്നാണെങ്കിലോ I⁻503 ആണെങ്കിൽ അതിനകത്തും I⁻500 പോകും. 4ന്റെ മൾട്ടിപ്പിൾ ഒഴിവാക്കാം. ഇൻറ്റു I³ വരും. I⁻500 1 വരും. I³ -I വരും. -I എന്ന ആൻസർ കിട്ടും. -I എന്ന ആൻസർ കിട്ടും. ഇതോടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച ബുക്കില് ഈ I⁻250 ഈ 3 എക്സാമ്പിളോടെ നോട്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞോ? അങ്ങനെയെങ്കിൽ വേറൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞല്ലോ അല്ലേ? ശരി. ഇനി എനിക്കറിയേണ്ടത് ഐയുടെ പോസിറ്റീവ് പവേഴ്സ് ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഐയുടെ പോസിറ്റീവ് പവേഴ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഐയുടെ നെഗറ്റീവ് പവർ ആണെങ്കിൽ എന്താണ് പ്രശ്നം വരുന്നത് എന്നാണ് അടുത്ത് ചോദിക്കുന്നത്. നെഗറ്റീവ് പവർ എനിക്കിപ്പോ കാണേണ്ടത് I⁻30 എത്രയാന്ന് കാണണം. എഴുതണ്ട കേട്ടോ, പറഞ്ഞു തന്നാൽ മതി. I⁻30 ഞാൻ നെഗറ്റീവ് മാറ്റിയിട്ട് പോസിറ്റീവ് മാറ്റിയിട്ട് നെഗറ്റീവ് ആക്കി. I⁻30 കണ്ടുപിടിക്കണം. പോസിറ്റീവ് പവർ ആണ്. നിങ്ങൾക്ക് എന്റെ മെത്തേഡ് പറഞ്ഞു തന്നു. അതിനകത്ത് 4ന്റെ മൾട്ടിപ്പിൾ പുറത്തേക്ക് മാറ്റുക. 4ന്റെ മൾട്ടിപ്പിൾ പുറത്തേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ളതിന് വാല്യൂ കൊടുത്താൽ മതി. 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 4ന്റെ പവർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ പവർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വാല്യൂ 1 ആയിരിക്കും. വാല്യൂ 1 ആയിരിക്കും. ഇവിടെ I⁻30 എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? I⁻30 നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം സന I⁻30നെ? മൈനസ് ആവുമ്പോ 4ന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റാൻ പറ്റില്ലല്ലോ. ഇല്ലില്ല, 4ന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റാൻ പറ്റില്ല. പോസിറ്റീവ് ആകുമ്പോഴാണ് 4ന്റെ. ഈ I⁻30 എന്നുള്ളത് നമുക്ക് ആ പവർ പോസിറ്റീവ് ആക്കി ഒന്ന് എഴുതുകയെ. -30 എന്നുള്ളത് നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആക്കാം? പോസിറ്റീവ് ആയിട്ട് ഏത് രീതിയിൽ എഴുതാന്ന്? ചുമ്മാ -30 എന്ന് പറഞ്ഞാൽ +30 ആവില്ല കേട്ടോ. ആ പവർ പോസിറ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? അറിയില്ല സർ. അല്ല, എങ്ങനെ എഴുതാം ഷാമിനെ? അറിയില്ല സാർ. അറിയില്ല. ശരി, സൻഷാദ് പെട്ടെന്ന് മറുപടി പറഞ്ഞോളൂ കേട്ടോ. സൻഷാദെ 1/I⁻30 ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്. I⁻30 എന്ന് പറഞ്ഞാൽ 1/I⁻30 ഈക്വൽ ടു 1/I⁻30 ആണ് കേട്ടോ. 1/I⁻30. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളല്ല കേട്ടോ. നിങ്ങൾ ആലോചിക്കാത്തതുകൊണ്ട് കിട്ടാത്തതാണ്. അറിയില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല. I⁻30 കണ്ടിട്ടില്ലേ സന? 18 നമ്പറിന് താഴ്ത്തേക്ക് എടുത്ത പോസിറ്റീവ് എന്നുള്ളത് അറിയില്ലേ? ശരി. I⁻30 നമുക്ക് 1/I⁻30 ആക്കാം. പോസിറ്റീവ് ആക്കി മാറ്റി. 1/I⁻30. ഇനി എങ്ങനെ കാണാന്ന് പറഞ്ഞു? പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കാണാൻ അറിയാലോ. ഒന്നുകിൽ താഴെ കാണാം, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. ഒന്നുകിൽ താഴത്തെ കണ്ട് അപ്പൊ പിന്നെ ഒരു ഡിവിഷൻ കൂടി വരും. നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് വേറെ മാർഗമുണ്ട്. എളുപ്പത്തിൽ എങ്ങനെ കാണാന്ന് പറയാമോ? ഞാൻ പറയാമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ 30
ഇതിന്റെ തൊട്ട് മുകളിൽ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ പറഞ്ഞു. 30യുടെ തൊട്ട് മുകളിൽ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ 32. 30യുടെ തൊട്ട് മുകളിൽ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ 32 അല്ലേ? ഈ 1, ഈ മുകളിലത്തെ 1ന് പകരം ഞാൻ I raised to 32 എന്ന് കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? I raised to 32 by I raised to 30. ശരിയാണോ ഇത്? ശരിയാണോ തെറ്റാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിയാണെന്ന് തലയാട്ടിയാൽ പറ്റുള്ളായിരുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് തലയാട്ടിക്കോ, അതൊന്നും കുഴപ്പമില്ല. I raised to മുകളിലത്തെ 1ന് പകരേ മുകളിലത്തെ 1 എനിക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഐയുടെ പവർ 1 ആവുന്ന ഏത് വേണമെങ്കിലും എഴുതാം. ഞാൻ പക്ഷെ എഴുതുന്നത് അതിന്റെ തൊട്ട് മുകളിൽ വരുന്നതാണ്. വലുത് എഴുതി കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. പക്ഷെ വീണ്ടും നമ്മൾ കാൽക്കുലേഷൻസ് കൂടും. അതുകൊണ്ട് വലുത് എഴുതുന്നില്ല എന്നുള്ളൂ. താഴെ 30 ആയതുകൊണ്ട് ഞാൻ മുകളിലെ 1ന് പകരം 30യുടെ തൊട്ട് മുകളിൽ വരുന്ന താഴെയുള്ളതും വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇപ്പൊ 28 എഴുതാം. I raised to 28 എന്ന് എഴുതി നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടില്ല. താഴെ വീണ്ടും പവർ വരും. താഴത്തെ പവറിനെ മുകളിലേക്ക് മാറ്റുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് എത്ര വരും? I raised to 32ഉം I raised to 30 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ I raised to 2 എന്നാവില്ലേ? ശരിയാണോ? മുകളിൽ വലിയ പവർ വന്നാലേ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ. മുകളിൽ വലിയ പവർ വന്നാലാണ് അത് പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ I raised to 32 by I raised to 30നെ I സ്ക്വയർ എന്നാക്കി. I സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാലോ, -1. I സ്ക്വയർ ഈക്വൽ ടു -1. ഇതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. I സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? വേറെ ഒരെണ്ണം ചെയ്ത് നോക്കാം. I raised to -43. I raised to -43 എങ്ങനെ കാണും? I raised to -43നെ നമ്മൾ ആദ്യം മാറ്റി എഴുതണം. പറഞ്ഞാൽ എന്തേ? I raised to -43. പെട്ടെന്ന് പറയടാ. I raised to -43. I raised to 44 by I raised to 43. ആദ്യം 1 by I raised to 43 എന്നാക്കും. I raised to -43നെ 1 by I raised to 43. ഈ 43യുടെ തൊട്ട് മുകളിലുള്ള പവർ നോക്കുക കേട്ടോ. തൊട്ട് താഴെയുള്ളത് എഴുതിയാലും കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ വീണ്ടും താഴെ തന്നെ വീണ്ടും പവർ വരും. വീണ്ടും നമ്മൾ ആ പ്രോസസ്സ് വീണ്ടും ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൊട്ട് മുകളിൽ വരുന്ന 44 4ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഈ 1ന് പകരം I raised to 44 എന്ന് എഴുതാം. ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 1 ആണ്. I raised to 44 by I raised to 43. ഈ 43ഉം 44ഉം പോയി കഴിഞ്ഞാൽ I എന്ന് കിട്ടും. I raised to -43 ഈക്വൽ ടു I. ഇതോടെ എഴുതിക്കോട്ടെ മക്കളെ. I raised to -30, I raised to -43. നെഗറ്റീവ് പവർ വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്. I raised to -30 എത്രയാണ്? I raised to -43 എത്രയാണ്? I raised to -1 എത്രയാണ്? അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ച്. I raised to -1 എത്രയാണ്? കണ്ടുപിടിച്ചോട്ടോ, ഞാൻ ചോദിക്കണവർ പറഞ്ഞു തരാം. I raised to -1. ഭീമാനെ കാണാൻ പാടില്ലല്ലോ. ഭീമ കെ ബഷീർ. എന്തോരും ഹസ്ന നജീബേ? ഹസ്ന നജീബ് 1 by I raised to -1. 1 by I raised to -1. I raised to 1. 1 by I raised to 1. ശരി, I raised to 1 എന്ന് പറഞ്ഞാൽ I. 1 by I raised to 1. ഇനി എങ്ങനെ കണ്ടുപിടിക്കും?
4ന്റെ I raised to 4ന്റെ കൊടുക്കണം. 1 പകരം I raised to 4 എന്ന് കൊടുക്കും. I raised to 4 by I എന്ത് വരും? 1 by I I raised to 4 by I 1 by I എന്നതാണ്. 1 by I നെ ഇങ്ങോട്ട് മാറ്റിയത് റൂട്ട് 1 ആണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? 1 by I എന്ന് എഴുതി 1 by I നെ I raised to 4 by I എന്നാക്കി. ഹസൻ എവിടെ? അല്ലാട്ടോ ഹസന, ഹസൻ ഇവിടെ ശ്രദ്ധിച്ചല്ല ഇരിക്കുന്നത്. എന്തൊരു എമിനെ സർ ഐ ഐ ഐ അല്ലേ? എനിക്കറിയില്ല I raised to 4 by I ആണോന്ന്. മുകളിൽ I raised to 4 ഉണ്ട്, താഴെ I നായി. അവിടം വരെ എത്തി. അതിന്റെ വാല്യൂ എത്രയാണ്? I raised to 4നെ I കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? അറിയില്ല. കഷ്ടമാണ് കേട്ടോ നിങ്ങളുടെ കാര്യം. എന്തൊരു അക്മലെ I raised to 4 by I I raised to 4 by എന്ന് പറയുമ്പോൾ മൈനസ് ഐ ആണോ? അല്ല, ഇതിന്റെ വാല്യൂ നീ പറയാം. I raised to 4 by I എത്രയാണ്? I raised to 4 by എന്ന് പറഞ്ഞാൽ I ക്യൂബ്. I raised to 4 by I equal to I ക്യൂബ്. I ക്യൂബ് ഈക്വൽ ടു മൈനസ് I. നമ്മൾ ഇന്നലെ പഠിച്ചേക്കണ I ക്യൂബ് ഈക്വൽ ടു മൈനസ് I ആണ്. I ക്യൂബിന്റെ വാല്യൂ മൈനസ് I. I raised to 4 I ഒരു I ക്യാൻസൽ ചെയ്ത് കളയാൻ നിങ്ങൾക്ക് അറിയില്ല. I raised to 4 by I equal to I ക്യൂബ്. അപ്പൊ മുകളിലത്തെ രണ്ടെണ്ണം നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? എമിനെ ഞാൻ ചെയ്ത് മുകളിലത്തെ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? I raised to minus 30 ഇതൊക്കെ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എമിൻ ആ അത് ഡിവൈഡ് ചെയ്ത് എങ്ങനെ? 32 30 കുറച്ചതല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ താഴെ കുറയില്ലായിരുന്നോ? താഴെ എന്തേ കുറയ്ക്കാന്? അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലായെങ്കിൽ അതുപോലെയല്ലേ താഴത്തെ കാര്യം പറയേണ്ടത്. I raised to 4 by I 4ൽ നിന്ന് ഒരു I കുറച്ചു കളയും, അപ്പൊ I ക്യൂബ് വരും. I raised to minus 1 by I equal to minus I. അത് നമ്മൾ ബൈ ഹേർട്ട് ചെയ്ത് വെക്കേണ്ട റിസൾട്ട് ആണ് കേട്ടോ. 1 by I എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും വരും 1 by I equal to minus I. ഒരു ബോക്സിലാക്കി വെച്ചേരെ. 1 by I equal to minus I. ചെയ്ത് കണ്ടുപിടിക്കാതെ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. 1 by I equal to minus I എന്നുള്ള റിസൾട്ട് പല സ്ഥലത്തും ആവശ്യമായിട്ട് വരും. I square minus 1 I ക്യൂബ് മൈനസ് I raised to 4 1 by I equal to minus I ആണ്. 1 by I equal to minus I. ഓരോന്നും കണ്ടേ? എന്തോ കേട്ടില്ല മോളെ? അമന I raised to minus 1 അല്ലേന്നാ? 1 by I raised to minus 1 മൈനസ് I എഴുതിയേക്കണ സാർ മുകളിലെ ബോക്സിൽ എഴുതിയില്ലേ? അത് I raised to minus 1 അല്ലേ എഴുതണ്ടേ? ആ I raised to minus 1ന്റെ വാല്യൂ ആണ് ഇത് മൈനസ് ഇവിടെ കിട്ടിയേക്കണത്. ഞാൻ റൗണ്ട് ചെയ്യണുണ്ടോ? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചില്ല അവനാ. I raised to minus 1ന്റെ വാല്യൂ മൈനസ് I ആണ് കേട്ടോ. I raised to minus 1 അല്ലെങ്കിൽ 1 by I അതിന്റെ വാല്യൂ മൈനസ് I ആണ്. നമ്മൾ ഈ കോംപ്ലക്സ് നമ്പർ എഴുതുമ്പോണ്ടല്ലോ, കോംപ്ലക്സ് നമ്പർ എഴുതുമ്പോൾ ഈ I ഒരിക്കലും താഴെ എഴുതില്ല. അത് നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവും. A+IB ഫോം ആണ്. ഈ I എപ്പോഴും മുകളിൽ വരേണ്ടി വരും. A+IB ഡിനോമിനേറ്റർ ഒന്നും വരില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു നമ്പർ വരില്ല. ഇപ്പൊ 2 by 3 പ്ലസ് I into 1 by 3 ഇതൊരു കോംപ്ലക്സ് നമ്പറാ.
2/3 പ്ലസ് ഐ ഇൻറ്റു 1/3. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാൽക്കുലേഷൻ ഒക്കെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരാം, 2/3 പ്ലസ് 1/3 എന്ന് വരാം. ഈ ഐ താഴെ വരാം. താഴെ വന്നാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ നിർത്തില്ല, ഈ ഐനെ മുകളിലേക്ക് കൊണ്ടുകൊണ്ട് വരും. അപ്പൊ ഈ 1/i എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. 2/3 പ്ലസ് 1/3 ഇൻറ്റു ഈ 1/i അല്ലേ, ഈ 1/i മൈനസ് ഐ ആയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകും, മൈനസ് ഐ. അപ്പൊ 2/3 മൈനസ് i/3 എന്നാവും ആൻസർ. ഐ ഒരിക്കലും താഴെ കിടക്കില്ല കേട്ടോ. കോംപ്ലക്സ് നമ്പറിന്റെ ഫോം എഴുതുമ്പോൾ a+ib എഴുതുമ്പോൾ പിന്നീട് മനസ്സിലാവും, പിന്നീട് വരും, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. a+ib എന്ന് എഴുതുമ്പോൾ ഐ ഒരിക്കലും ഡിനോമിനേറ്റർ വരാൻ പറ്റില്ല, ഐ എപ്പോഴും മുകളിൽ തന്നെ വരുള്ളൂ. അങ്ങനെ ഐ താഴെ വന്നാൽ നമ്മൾ മുകളിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അന്നേരം നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും, 1/i ഈക്വൽ ടു മൈനസ് ഐ എന്നുള്ളത് ആവശ്യമായിട്ട് വരും. ഓരോടെയും കണ്ടുപിടിച്ചു, എന്നിട്ട് നമുക്ക് അടുത്തിലേക്ക് പോകാം. i raised to minus 17. I raised to minus 17. I raised to minus 17. എന്തൊരു റേഞ്ചിലെ I raised to minus 17? 1/i raised to 17. 1/i raised to 17. ശരി, ഇനി എന്ത് ചെയ്യും? I raised to 20 divided by i raised to 17. ശരി, I raised to 20 by I raised to 17. ഇപ്പൊ എന്താവുക? I raised to 3. 3. I cube. I cube equal to Minus i. minus i. I cube equal to minus i. അപ്പൊ നെഗറ്റീവ് പവർ വന്നാൽ ഇതുപോലെ കണ്ടുപിടിക്കുക. പോസിറ്റീവ് പവർ ആണെങ്കിൽ അതിനകത്തുനിന്ന് തൊട്ട് താഴെ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ഒഴിവാക്കുക കേട്ടോ. തൊട്ട് താഴെ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ മാറ്റുക, അത് 1 ആയിരിക്കും. ബാക്കിയുള്ളത് എന്താണെന്ന് കണ്ടാൽ മതി. തൊട്ട് താഴെ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കിട്ടും, അത് കാണുക. ഇതാണ് ഐയുടെ പവർ കണ്ടുപിടിക്കാനുള്ള മാർഗം. എന്തേലും ചോദിക്കാനുണ്ടോ? ഐയുടെ പോസിറ്റീവ് പവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, ഐയുടെ നെഗറ്റീവ് പവേഴ്സ് ആണ് എങ്ങനെ കണ്ടുപിടിക്കാം, രണ്ട് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഹെഡിങ് കൊടുത്തുക, അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. Addition of complex numbers. Addition of complex numbers. Addition of complex numbers. ഓക്കെ, ഒന്ന് എഴുതണ്ട കേട്ടോ, ഞാൻ പറയാം. വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ മാത്രമേ ഉള്ളൂ. ചോദിക്കട്ടെ, ഞാൻ കോംപ്ലക്സ് നമ്പർ ഒന്നുമല്ല കേട്ടോ. വേറെ x plus 3y plus 5x plus 2y, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. x plus 3y plus 5x plus 2y, ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി പറഞ്ഞേ. എന്തൊരു ഇർഷാദേ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എല്ലാവരും ആൻസർ കണ്ടുപിടിച്ചോളണം, ചോദിക്കുന്ന ആള് പറയണം കേട്ടോ. എന്തൊരു ഇർഷാദേ രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാ? സ്കൂളിൽ പഠിച്ചവനെയാ, 6ലോ 7ലോ പഠിക്കും. വേരിയബിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൂട്ടാം. x plus 3y plus 5x plus 2y, ഇത് കൂട്ടാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ചെയ്യണത്, എന്തായിരിക്കും എന്റെ ആൻസർ? പക്ഷെ അത് പെട്ടെന്ന് പറ. ഞാൻ പറഞ്ഞു നിങ്ങൾ സമയം കളയരുത്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ പേര് നോട്ട് ചെയ്ത് വയ്ക്കും കേട്ടോ. നോ റെസ്പോൺസ് എഴുതി വയ്ക്കും. അറിയില്ല. ശരി, എന്താ മോസിന് എന്റെ ആൻസർ? 6x plus 5y. 6x plus 5y. നിനക്ക് എങ്ങനെ കിട്ടിയ ആൻസർ?
ശരിയടാ. സംശയിക്കണ്ട എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും വിട്ടോ. എക്സിന്റെ ടേമും കൂട്ടി വൈയുടെ ടേമും കൂട്ടി. എക്സിന്റെ ടേമും കൂട്ടി ഒരേപോലെ വരുന്നത് അല്ലെ. എക്സിന്റെ ടേംസ് ആഡ് ചെയ്തു. ഒരിടത്ത് എത്ര എക്സ് ആണ്? എക്സ് ഒരു എക്സും 5 എക്സും 1 എക്സും 5 എക്സോടെയും കൂട്ടുമ്പോൾ 6 എക്സ്. പിന്നെ ഇവിടെ 3y ഉം 2yയോടെയും കൂട്ടുമ്പോൾ 5y. 6x + 5y എന്ന് ആൻസർ കിട്ടും. ശരിയല്ലേ പിള്ളേരെ? വേറെ ആൻസർ ഉള്ളവരുണ്ടോ? ഇല്ല. ശരി, വേറെ ചോദിക്കട്ടെ. 5 + y + 2 + 3y. 5 + y + 2 + 3y. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? എന്താണ് എന്തു രാജേഷേ? 7 + 4y. 7 + 4y. 5 + 2. 5 + 2 7 + 4y. 7 + 4y. ശരി. അങ്ങനെയെങ്കിൽ 2 + 3i ഒരു കോംപ്ലക്സ് നമ്പർ പ്ലസ് 5 + i വേറെ ഒരു കോംപ്ലക്സ് നമ്പർ. 2 + 3i + 5 + i. 2 + 3i + 5 + i = എന്തായിരിക്കും? എന്തായിരിക്കും നജീബേ? 7 + 4i ആണ്. 7 + 4i. എങ്ങനെ കിട്ടി? 2 5 കൂട്ടി 2ഉം 5ഉം കൂട്ടി 2 + 5 7. ശരി. പിന്നെ ഐയുടെ ടേംസ് കൂട്ടി ഐയുടെ ടേംസ് 3iയും iയും കൂട്ടി 7 + 4i. ഇതാണ് കേട്ടോ ആൻസർ. ഇതാണ് ഇത്രയുള്ളൂ കോംപ്ലക്സ് നമ്പറിന്റെ അഡീഷൻ എന്ന് പറഞ്ഞാൽ. റിയൽ പാർട്ടുകൾ തമ്മിൽ കൂട്ടി എഴുതുക. ശരിക്കും പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. നമ്മൾ വേരിയബിൾസ് ചെയ്യണ പോലെ ഒരേപോലെ വരുന്നത് കൂട്ടിയല്ലേ എഴുതണത്. ഇപ്പൊ എക്സിന്റെയും വൈയുടെയും ടേം ഉണ്ടെങ്കിൽ എക്സിന്റെയും വൈയുടെയും ടേം ആണ് വരുന്നതെങ്കിൽ എക്സിന്റെ എല്ലാ ടേമുകളും കൂട്ടി എഴുതും, വൈയുടെ എല്ലാ ടേമുകളും കൂട്ടി എഴുതും. ഒരു എക്സിന്റെ ടേമും ഒരു വൈയുടെ ടേമും കൂട്ടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് കൂട്ടാൻ പറ്റില്ല. അത് രണ്ടും രണ്ട് സാധനങ്ങളാണ്. നമുക്ക് കൂട്ടാൻ പറ്റില്ല. എക്സിന്റെ ടേമുകൾ നമ്മളെല്ലാം കൂട്ടി ഒരു ആൻസർ എഴുതും, വൈയുടെ ടേമുകൾ എല്ലാം കൂടെയും കൂട്ടി എഴുതും. അതുപോലെ തന്നെയാണ് ഇവിടെയും കേട്ടോ. കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ അതിനകത്ത് ഐ ഉള്ള ടേംസ് ഉണ്ട്, ഐ ഇല്ലാത്ത ടേംസ് ഉണ്ട്. ഐ ഇല്ലാത്തതിന് നമ്മൾ പറയുന്ന പേരാണ് റിയൽ പാർട്ട്, ഐ ഉള്ളതിന് പറയുന്ന പേരാണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഐ ഇല്ലാത്ത ടേംസ് കൂട്ടി എഴുതുക, അതായത് റിയൽ പാർട്ട് കൂട്ടി എഴുതുക. ദെൻ ഐ ഉള്ള ടേംസ് ഇമാജിനറി പാർട്ടും കൂട്ടി എഴുതുക. റിയൽ പാർട്ടുകൾ തമ്മിൽ കൂട്ടി എഴുതുക, ഇമാജിനറി പാർട്ടുകൾ തമ്മിലും കൂട്ടി എഴുതുമ്പോൾ കോംപ്ലക്സ് നമ്പറിന്റെ അഡീഷൻ ആവും. പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇതിനകത്ത്. പുതിയ കാര്യം നിങ്ങൾക്ക് നമ്പറുകൾ കൂട്ടാൻ അറിയാലോ. അപ്പൊ ഞാൻ അതിനുമ്പ് എക്സാമ്പിൾ തന്നില്ലേ, അതുപോലെ തന്നെ ഉള്ളൂ. ഐ വരുന്നതൊക്കെ ഇങ്ങടെയും കൂട്ടി എഴുതുക, ഐ വരാത്തതൊക്കെ ഇങ്ങടെ കൂട്ടി എഴുതുക. അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് നമ്പർ Z1 = ഞാൻ ഇങ്ങനെ എഴുതാം. ഒരു കോംപ്ലക്സ് നമ്പർ Z1 = a + ib. വേറൊരു കോംപ്ലക്സ് നമ്പർ Z2 = c + id. കോംപ്ലക്സ് നമ്പർ Z1 = a + ib ആൻഡ് കോംപ്ലക്സ് നമ്പർ Z2 = c + id. അങ്ങനെയാണെങ്കിൽ Z1 + Z2 എന്തായിരിക്കും എന്ന് പറഞ്ഞു തന്നെ. Z1 = a + ib, വേറൊരു കോംപ്ലക്സ് നമ്പർ Z2 = c + id ആണെങ്കിൽ ഈ രണ്ട് കോംപ്ലക്സ് നമ്പറോടെയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഐഷ? a + c + ib a + c + ib + id. ആ രണ്ടിനകത്തുനിന്ന് ഒരു ഐ കോമൺ ആയിട്ട് അങ്ങ് പുറത്തേക്ക് മാറ്റാൻ പാടില്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ. a + c + i b + d. i × b + d കേട്ടോ. a + c + i × b + d. ഇതാണ് കോംപ്ലക്സ് നമ്പറിന്റെ അഡീഷൻ എന്ന് പറയുന്നത്. റിയൽ പാർട്ടുകൾ തമ്മിൽ കൂട്ടി എഴുതുക, ഇമാജിനറി പാർട്ടുകൾ തമ്മിലും കൂട്ടി എഴുതുക. അപ്പൊ ഒന്ന് എഴുതി വെച്ചേ. If Z1 =
ബോർഡിലുള്ള എഴുതുക കേട്ടോ, സ്ക്രീനിലുള്ള എഴുതുക. If Z1 equal to A plus IB and Z2 equal to C plus ID, then Z1 plus Z2 equal to രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാനായിട്ട് അവയുടെ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക, ഇമാജിനറി പാർട്ടുകൾ തമ്മിലും കൂട്ടി എഴുതുക. താഴെ എക്സാമ്പിൾ കേട്ടോ, എക്സാമ്പിൾ ഞാൻ തരാം, നിങ്ങൾ എഴുതിക്കൊള്ളുക. എക്സാമ്പിൾ 2 + 3i + 5 + i. ആദ്യം തന്ന എക്സാമ്പിൾ ആണ്. ഈക്വൽ ടു ആൻസർ നിങ്ങൾ എഴുതിക്കൊള്ളുക കേട്ടോ. എക്സാമ്പിൾ 1 കുട്ടി എഴുതുക. ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം അടുത്ത ഇതിലേക്ക് പോയാൽ മതി കേട്ടോ. 7 - 5i plus -2 + 3i. -2 + i plus -2 + 4i. ഓരോന്നോരോന്നായിട്ട് ചെയ്തോട്ടോ. എന്റെ സ്പേസ് കഴിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. i + 6 plus -2 + 4i. ഓരോന്നായിട്ട് കണ്ടുകൊള്ളുക. (1 + i plus -1 - i). ഓരോരുത്തരും ചെയ്തോളുക, അവരവരുടെ സ്പീഡ് അനുസരിച്ച് ചെയ്തോളുക. സ്റ്റെപ്സ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എഴുതിക്കോട്ടോ. ആദ്യത്തെ ആൻസർ 2 + 5 7 3i plus i 7 + 4i എന്ന് വരും. 7 + 4i ആണ്. രണ്ടാമത്തേതിന്റെ ആൻസർ എത്ര സംഷാദേ? സർ 5 - 2i. 5 - 2i. ശരി ശരി. 7 + -2. 7 + -2 ഉണ്ട് റിയൽ പാർട്ട്, പ്ലസ് ഇമാജിനറി പാർട്ടിനകത്ത് -5i ഉണ്ട് 3i ഉണ്ട്. 7 - 2 5 വരും. 5 - 2i. ആർക്കെങ്കിലും ആൻസർ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ. എങ്ങനെ കിട്ടിയെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഐ വരാത്ത ടേംസുകൾ കൂട്ടി എഴുതുക, ഐ വരുന്ന ടേംസും കൂട്ടി എഴുതുക. അത്രയും കാര്യമുള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിലോ എഴുതുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ ചോദിച്ചോളണം. മൂന്നാമത്തെ ആൻസർ പറഞ്ഞു തോമസേ. മൂന്നാമത്തെ ആൻസർ -4 + 5i. -4 + 5i. -2ഉം -2ഉം കൂട്ടിയാൽ -4. ഐയും 4iയും കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5i. ശരിയാണ്. -4 + 5i. -4 + 5i. അൽഫാസെ അടുത്ത് പറഞ്ഞേ.
Alphas. I plus 6 plus minus 2 plus 4i. അവിടെ പോയി ഫാത്തിമ 4 plus 10i. 4 6 4 minus plus 2 5i. 6 minus 2 4 plus 4 plus 5i. ശരി 4 plus 5i. ആ ഓർഡർ അങ്ങോട്ടും കൂടെ മാറിയേക്കും കിടക്കും കേട്ടോ. 5i. നമ്മൾ നോക്കണ്ട, റിയൽ ആയിട്ടുള്ളത് കൂട്ടുക, ഇമാജിനറി ആയിട്ടുള്ളത് കൂട്ടുക. 6 minus 2 4 വരും, 6 plus minus 2 4 വരും, 4iയും iയും 5i വരും. അവസാനത്തെ എന്ത് വരും കൃഷ്ണ? സീറോ. ഇമാജിനറി പാർട്ടോടാ? റിയൽ പാർട്ട് സീറോ, ഇമാജിനറി പാർട്ടോ സീറോ ഐ കേട്ടോ. 0 plus 0i. 0 എന്ന് പറഞ്ഞാലും ശരിയാണ്, 0 എന്ന് പറഞ്ഞാലും ശരിയാണ്. ചിലപ്പോ ക്വസ്റ്റിനകത്തെ എക്സ്പ്രസ് ദ ഫോളോവിങ് ഇൻ ദ ഫോം ഓഫ് a plus ib എന്നായിരിക്കും. അപ്പൊ 0 plus 0i എന്ന് എഴുതണം. 0 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ. 0 plus 0i എന്ന് കിട്ടും. റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ടും 0 ആണ്. 0 plus 0i എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എല്ലാവർക്കും കിട്ടിയോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ താഴെ എഴുതുക പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ. സിമ്പിൾ ആയിട്ടുള്ള 1-2 പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കേസേ ഉള്ളൂ. പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ, അഡീഷന്റെ പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ. Properties of addition. Addition. Properties of addition. First property. Number 8 എഴുതിയാൽ മതി കേട്ടോ. താഴത്തെ എഴുതി. ഒന്നാമത്തേത് Z1 plus Z2 equal to Z2 plus Z1. Z1ന്റെ കൂടെ Z2 കൂട്ടിയാലും Z2വിന്റെ കൂടെ Z1 കൂട്ടിയാലും, അതായത് ഓർഡർ മാറിപ്പോയാലും കുഴപ്പമില്ലാന്ന്. 5 plus 3 എത്രയാ? 5 plus 3 എത്രയാ രാജേഷേ? 8. 8. 3 plus 5 8. 8. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ, ഓർഡർ മാറുന്നവർക്ക് പ്രശ്നമില്ല കേട്ടോ. അഡീഷന് ഓർഡർ മാറിയാൽ പ്രശ്നമില്ല. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒന്നും ഓർഡർ മാറിയ പ്രശ്നമാണ് കേട്ടോ. ഡിവിഷന് പ്രശ്നമാണ്. സോറി, ഡിവിഷൻ അല്ല, ഡിവിഷനും പ്രശ്നമാണ്, സബ്ട്രാക്ഷനും പ്രശ്നമാണ്. 5 minus 3 എന്ന് പറഞ്ഞാലും 3 minus 5 എന്ന് പറഞ്ഞാലും ഒന്നല്ലല്ലോ. കൂട്ടുമ്പോ പ്രശ്നമല്ല, കൂട്ടുമ്പോഴും ഗുണിക്കുമ്പോഴും ഓർഡർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല. അപ്പോൾ Z1ന്റെ കൂടെ Z2 കൂട്ടിയാലും Z2വിന്റെ കൂടെ Z1 കൂട്ടിയാലും രണ്ടും സെയിം ആൻസർ ആണ്. ഈ പ്രോപ്പർട്ടിക്ക് ഒരു പേര് പറയും. ഈ പ്രോപ്പർട്ടിക്ക് ഒരു പേരുണ്ട്, പറയാമോ എന്താന്നുള്ളത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ്. അപ്പൊ അതിന്റെ നേരെ അതോടെ എഴുതി വെച്ചാൽ മതി, അത്രയും കാര്യമുള്ളൂ. Z1 plus Z2 equal to Z2 plus Z1. ഇങ്ങനെ വരുന്ന പ്രോപ്പർട്ടികൾക്ക് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. Z1 plus Z2 equal to Z2 plus Z1. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി Z1 plus Z2 plus Z3 equal to Z1 plus Z2 plus Z3. ഇവിടെ 3 കോംപ്ലക്സ് നമ്പർ ഉണ്ട് കേട്ടോ. Z1 plus Z2 plus Z3. ആ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ
ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് ഫസ്റ്റ് കൂട്ടിയിട്ട് ആ Z3 കൂട്ടണം അതിന്റെ കൂടെ ആൻസറിന്റെ ശരി, കൂടെ. ബ്രാക്കറ്റിനകത്തുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് കേട്ടോ. ബ്രാക്കറ്റിനകത്തുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ Z2 പ്ലസ് Z3 കാണണം, അതിന്റെ കൂടെ Z1 കൂട്ടണം. റൈറ്റ് സൈഡിലാണെങ്കിൽ ആദ്യം കണ്ടതാണ് Z1 പ്ലസ് Z2 ആണ്, അതിന്റെ കൂടെ Z3 കൂട്ടണം. എങ്ങനെ കൂട്ടിയാലും സെയിം ആയിരിക്കും കേട്ടോ. 3 കോംപ്ലക്സ് നമ്പർ ഏത് ഓർഡറിൽ കൂട്ടിയാലും സെയിം ആയിരിക്കും. ഇനി 3 നമ്പർ എടുത്ത് ആഡ് ചെയ്താൽ സെയിം ആണെന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ പേര് എന്താണെന്ന് അറിയാമോ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ചുമ്മാ അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 2 കോംപ്ലക്സ് നമ്പർ ഏത് രീതിയിൽ കൂട്ടിയാലും ആൻസർ സെയിം ആണ്, അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. 3 കോംപ്ലക്സ് നമ്പർ എടുത്തിട്ട് ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും സെയിം ആണ്, അതിന് പറയുന്ന പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. മൂന്നാമത്തത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. Existence of additive identity. Existence of additive identity. Existence of additive identity. അഡീഷന്റെ കേസിനകത്ത് ഐഡന്റിറ്റി ഏതാണ്? സാധാരണ കേസിനകത്ത്, സാധാരണ നമ്പറിന്റെ കേസിനകത്ത്, കോംപ്ലക്സ് നമ്പർ പോട്ടെ, സാധാരണ നമ്പറിന്റെ കേസിനകത്ത് അഡീഷന്റെ ഐഡന്റിറ്റി ഏതാണ്? അഡിറ്റീവ് ഐഡന്റിറ്റി ഏതാണ്? ഏതായിഷ അഡിറ്റീവ് ഐഡന്റിറ്റി? കൗണ്ടിങ് നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആണെന്ന് വിചാരിച്ചോ. അഡിറ്റീവ് ഐഡന്റിറ്റി ഏതാണ്? എന്തോ ഐഷ, ഞാൻ കേട്ടില്ല. അഡിറ്റീവ് ഐഡന്റിറ്റി ഏതാണെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ പഠിച്ചേക്കുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. കോംപ്ലക്സ് നമ്പറിൽ ഏതാണെന്ന് പഠിച്ചിട്ടില്ല എന്നുള്ളൂ. സാധാരണ നമ്പറിനകത്ത് അഡിറ്റീവ് ഐഡന്റിറ്റിക്ക് നിങ്ങൾക്ക് അറിയാം. അഡിറ്റീവ് ഐഡന്റിറ്റി എന്താണ്? A plus B. A plus B the A plus B the whole square. ഹോൾ സ്ക്വയർ. അതൊരു ഐഡന്റിറ്റിയാണ്, അത് അഡിറ്റീവ് ഐഡന്റിറ്റി അല്ല. ഐഡന്റിറ്റിയാണ്, അതൊരു ഐഡന്റിറ്റിയാണ്. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സാധനം അല്ല കേട്ടോ അത്. A plus B the whole square. പിള്ളേരെ, നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഇതല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇൻ കേസ് ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ഓഫീസിലേക്ക് വിളിച്ചിട്ട് റിക്വസ്റ്റ് അയച്ചാലേ നിങ്ങൾ കയറ്റുള്ളൂ, അക്സെപ്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? ചിലരുണ്ട്, ചിലർ എല്ലാ ദിവസവും ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരാള്, ഇന്നലെ വേറൊരാള് താമസിച്ചാണ് ജോയിൻ ചെയ്യുന്നത്. താമസിച്ച് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ റിക്വസ്റ്റ് പരിവരോന്ന് വന്നുകൊണ്ടിരിക്കും. റിക്വസ്റ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആണ്. റിക്വസ്റ്റ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഡിനേ ചെയ്ത് വിടും കേട്ടോ. എനിക്ക് ആ റിക്വസ്റ്റ് ഇങ്ങനെ വന്നു കിടന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ. പറഞ്ഞ മനസ്സിലായോ? എനിക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ചുമ്മാ ഇരിക്കാനേ പറ്റുള്ളൂ. എനിക്ക് ക്ലാസ് എടുക്കാനോ എനിക്ക് ഇവിടെ വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതിങ്ങനെ സ്ക്രീനിൽ കിടക്കും. അപ്പൊ എനിക്ക് ഒന്നുകിൽ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിനേ ചെയ്ത് കളയണം. അപ്പൊ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ അധികാരം എനിക്ക് തൽക്കാലമില്ല, ഞാൻ ഡിനേ ചെയ്ത് കളയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങോട്ട് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഓഫീസിൽ വിളിച്ച് ബന്ധപ്പെടുക, എന്നിട്ട് വന്നാലേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇടയ്ക്ക് കട്ടായി കഴിഞ്ഞാലും, ഇടയ്ക്ക് കട്ടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. വെറുതെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഇവിടുന്ന് ഡിനേ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞാണ്, അറിയില്ലെങ്കിൽ അറിവിലേക്കായിട്ട് പറഞ്ഞാണ്. ശരി, തിരിച്ചു പറയാം. എനിക്കിനി ഇതിലേക്ക് വരണം. ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി സാധാരണ നമ്പറിന്റെ കേസിനകത്ത് അഡിറ്റീവ് ഐഡന്റിറ്റി എന്താ? നിങ്ങൾ കോംപ്ലക്സ് നമ്പർ അങ്ങ് വിട്ടേരെ, ആദ്യം അതറിയാമോ നോക്കട്ടെ. സാധാരണ നമ്പറിന്റെ കേസിനകത്ത് അഡിറ്റീവ് ഐഡന്റിറ്റി എന്താണ്?
എന്താണ് അഡിറ്റീവ് ഐഡന്റിറ്റി? എന്താ എമിനെ അഡിറ്റീവ് ഐഡന്റിറ്റി? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാം? അതാണ് എനിക്കിപ്പോ തൽക്കാലം അറിയേണ്ടത്. അറിയില്ല സർ. അറിയില്ല. ഓക്കെ, അതിന് പെട്ടെന്ന് പറഞ്ഞ് ഒഴിവായിക്കോളൂ കേട്ടോ. പെട്ടെന്ന് പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ട. അഡിറ്റീവ് ഐഡന്റിറ്റി എന്താ ആമിന? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സീറോ ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി. എന്തുകൊണ്ടാണ് സീറോ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്? അത് ഏതെങ്കിലും നമ്പറിന്റെ ഒപ്പം 0 ആഡ് ചെയ്താലല്ലേ ആ നമ്പറിനെ കിട്ടണം. ആ നമ്പർ തന്നെ കിട്ടും. ശരി, കറക്റ്റ് ആണ് കേട്ടോ. ഏത് നമ്പറിന്റെ കൂടെ സീറോ ആഡ് ചെയ്താലും ആ നമ്പർ തന്നെ കിട്ടും. ഇപ്പൊ 5ന്റെ കൂടെ 0 ആഡ് ചെയ്താൽ 5 + 0 5 കിട്ടി. 7ന്റെ കൂടെ 0 ആഡ് ചെയ്താലോ 7 + 0 7 ആണ്. മ്യൂട്ട് ചെയ്തേ, ആരുടെ ഓൺ ആണ് കേട്ടോ. 10ന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 + 0 10 ആണ്. അപ്പോൾ 0 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 ആഡ് ചെയ്താൽ ഈ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ സീറോയ്ക്ക് പറയുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി 0 ആണ് കേട്ടോ. അഡിറ്റീവ് ഐഡന്റിറ്റി 0 ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അപ്പോൾ എന്തായിരിക്കും? ഇങ്ങനെയാണ് കണ്ടീഷനെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്തായിരിക്കും ഗ്രേസേ? 1. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 ആണ് കേട്ടോ. കാരണം ഈ നമ്പറുകളിലൂടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 5 into 1 ആണ് എന്ത്? 5 തന്നെ കിട്ടും. 7 into 1 7 തന്നെ കിട്ടും. 10 into 1 10 തന്നെ കിട്ടും. അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. കാരണം മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെ കിട്ടണം. ഏത് നമ്പറിനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടണം. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 ആണ്. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. കോംപ്ലക്സ് നമ്പറിന്റെ കേസിലേക്ക് വരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് സാധാ നമ്പറിലേക്ക് തിരിച്ചു പോയത്. കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്തായിരിക്കും? ഇപ്പൊ ഞാനൊരു 2 + 3i എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ എടുത്തു. 2 + 3i എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ എനിക്ക് വേറൊരു കോംപ്ലക്സ് നമ്പർ കൂട്ടണം. ആൻസർ എന്ത് വരണം? എന്ത് തന്നെ എലിസബത്ത് ആൻസർ? 2 + 3i. 2 + 3i തന്നെ ആൻസർ കിട്ടണം. മനസ്സിലായോ? 2 + 3iയുടെ കൂടെ ഒരു കോംപ്ലക്സ് നമ്പർ കൂട്ടുമ്പോൾ 2 + 3i തന്നെ ആൻസർ കിട്ടണം. അപ്പോൾ ഏത് കോംപ്ലക്സ് നമ്പർ ഞാൻ കൂട്ടണം? ഏതാ എലിസബത്തെ? 0 പല രീതിയിൽ പറയാം കേട്ടോ. പല രീതിയിൽ പറയാം. 0 ആയത് എലിസബത്ത് പറഞ്ഞാൽ ശരിയാണ്. എനിക്ക് തെറ്റാന്ന് പറയാൻ പറ്റില്ല. റിയൽ പാർട്ട് ഏതായിരിക്കും? റിയൽ പാർട്ട് പറഞ്ഞോളെ. 0. 2 + 0 2 തന്നെ കിട്ടും. ഇമാജിനറി പാർട്ടോ 0i. 0i. 0 + 0i കേട്ടോ. ഈ 0 + 0i ആണ് ഏത്? 0 + 0i ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഏത് കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ 0 + 0i എന്ന കോംപ്ലക്സ് നമ്പർ കൂട്ടിയാലും ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും അല്ലെ? 0 + 0i ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ആ നമ്പർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ മാറരുത്. ഏത് നമ്പറിന്റെ കൂടെ അഡിറ്റീവ് ഐഡന്റിറ്റി ആഡ് ചെയ്താലും ആദ്യം എടുത്ത നമ്പർ തന്നെ കിട്ടണം. 0 + 0i ഏത് കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ കിട്ടിയാലും ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. അപ്പൊ 0 + 0i ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. താഴെ എഴുതിക്കോട്ടോ. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. താഴെ എഴുതിക്കൊള്ളുക. For any complex number z, for any complex number z, z plus 0 equal to 0 plus z equal to z. For any complex number z ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ z plus 0 equal to 0 plus z equal to z ആണ്. z ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ z plus 0യും 0 plus z-ഉം z തന്നെ ആയിരിക്കും. Therefore, the complex number
Therefore, the complex number 0 equal to 0 plus 0i. Therefore, the complex number 0 equal to 0 plus 0i is called additive identity. Is called additive identity. Additive identity. ഏത് കോംപ്ലക്സ് നമ്പറിന്റെ കൂടെയും 0 കൂട്ടിയാൽ, സീറോയിന് 0 പ്ലസ് 0 എന്ന് പറയാം കേട്ടോ. റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 0. ഏത് കോംപ്ലക്സ് നമ്പറിന്റെ കൂടെയും 0 കൂട്ടിക്കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും ആൻസർ. അതുകൊണ്ട് കോംപ്ലക്സ് നമ്പർ 0, 0 പ്ലസ് 0i ഈസ് ദി അഡിറ്റീവ് ഐഡന്റിറ്റി. നാലാമത്തെ പ്രോപ്പർട്ടി, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം കേട്ടോ. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. Existence of additive inverse. Existence of additive inverse. സാധാരണ നമ്പറിന്റെ കേസിനകത്ത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്താന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. സാധാരണ നമ്പറിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? എന്താ സന 5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്? അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 5. എന്നിട്ട് നമുക്ക് കോംപ്ലക്സിലേക്ക് വരാം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സാധാരണ നമ്പറിൽ പറഞ്ഞിട്ട് കോംപ്ലക്സിലേക്ക് വരാം. പറഞ്ഞോ. സന എനിക്കൊന്നും കേൾക്കാൻ പാടില്ല കേട്ടോ. 5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാമോ? എന്താണ് അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം പറയാം, എന്നാലേ അതെന്താന്ന് അറിയാൻ പറ്റുള്ളൂ. 0 ആൻസർ കിട്ടണം. 0 ആൻസർ കിട്ടണം. 0 ആൻസർ കിട്ടണം. എന്തുകൊണ്ടാ ആമിന 0 കിട്ടണം എന്ന് പറഞ്ഞത്? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. 0 കിട്ടണം അങ്ങനെ അറിയുള്ളൂ. അത് അഡിറ്റീവ് ഐഡന്റിറ്റി ആയതുകൊണ്ടാട്ടോ. അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടണം. അതായത് ഒരു നമ്പറിന്റെ കൂടെ ഇപ്പൊ 5 എന്ന നമ്പറിന്റെ കൂടെ 5 പ്ലസ് ഒരു നമ്പർ കൂട്ടുമ്പോൾ അഡിറ്റീവ് ഐഡന്റിറ്റി ആയ 0 കിട്ടണം. അഡിറ്റീവ് ഐഡന്റിറ്റി കേട്ടോ. 5ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടും. അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടണം എന്നാലാണ്. അതായത് അഡിറ്റീവ് ഐഡന്റിറ്റി 0 ആയതുകൊണ്ട് 0 കിട്ടണം കേട്ടോ. അഡിറ്റീവ് ഐഡന്റിറ്റി 0 ആയതുകൊണ്ട് 0 കിട്ടണം. 5ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ 0 കിട്ടും? 5 കൂട്ടിയാലോ? -5 കൂട്ടിയാലോ? 5ന്റെ കൂടെ -5 കൂട്ടിയാൽ 0 കിട്ടും. അപ്പോൾ 5ന്റെ അഡിറ്റീവ് -5 സെക്കൻഡ് ഓക്കെ. 5 പ്ലസ് -5 ഈക്വൽ ടു 0. അപ്പൊ 5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് കേട്ടോ -5. ഇത് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് 5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -5 ആണ്. 10ന്റെ കൂടെയോ? 10ന്റെ കൂടെ എന്ത് കൂട്ടണം? -10 കൂട്ടിയാൽ 0 കിട്ടും. അപ്പോൾ -10 ആണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. 10ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -10. -10ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ 0 കിട്ടും? +10. അപ്പൊ -10ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആരാ? +10 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് പറഞ്ഞേ. 5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 1/5. എന്ത് ആൻസർ കിട്ടണം? 1 കിട്ടണം. ആൻസർ 1 കിട്ടണം. അവിടെ കാരണം എന്താണ്? 1 ആണ് മൾട്ടിപ്ലിക്കേഷനിലെ ഐഡന്റിറ്റി.
കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 ആണ് കേട്ടോ. അപ്പൊ അഡീഷന്റെ കേസിനകത്ത് അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടണം. അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടുമ്പോൾ ഏത് നമ്പർ കൂട്ടണം, അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേഷന്റെ കേസിനകത്താണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയ 1 കിട്ടണം. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയ 1 കിട്ടണമെങ്കിൽ 1/5 വരണം കേട്ടോ. 1/5. അപ്പൊ 5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/5. അഡിറ്റീവ് ഇൻവേഴ്സ് -5. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടത്തേക്ക് വരുന്നുണ്ട് വളരെ കോംപ്ലക്സ് നമ്പർ ഇസഡ്. കോംപ്ലക്സ് നമ്പർ ഇസഡിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പിന്നെ പറയാം കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ പറയാം. ഇവിടെ ഞാൻ ഒഴുക്കിനങ്ങ് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ആണെങ്കിൽ ആ ഇസഡിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? എന്തായിരിക്കും മൂസിനെ? പ്ലസ് മൈനസ് ഇസഡ്. പ്ലസ് മൈനസ് ഇസഡ്. മൈനസ് ഇസഡ് ആണ് കേട്ടോ. ഒരു കോംപ്ലക്സ് നമ്പർ, ആ കോംപ്ലക്സ് നമ്പറിന്റെ നെഗറ്റീവ് ഇസഡും മൈനസ് ഇസഡും കൂട്ടിയാൽ, അല്ലെങ്കിൽ മൈനസ് ഇസഡും ഇസഡും കൂട്ടിയാൽ 0 വരും, ഐഡന്റിറ്റി വരും. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് മൈനസ് ഇസഡ് ആയിരിക്കും അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞത്. ഇപ്പൊ 2+3i ആണെങ്കിൽ 2+3i, 2+3iയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാന്ന് പറയാമോ? 2+3iയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതായിരിക്കും കൃഷ്ണനന്ദ? കൃഷ്ണനന്ദ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ കൃഷ്ണനന്ദ? കൃഷ്ണനന്ദ ക്വസ്റ്റ്യൻ കേട്ടോ? നീ എന്തേ ക്വസ്റ്റ്യൻ കേൾക്കാഞ്ഞേ? ഒരു പ്രാവശ്യം പറയുമ്പോ കേൾക്കണമല്ലോ. ഒരു പ്രാവശ്യം പറയുമ്പോ കേൾക്കണമെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വേറെ പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. മാനുഷിക ശക്തികളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഒരു സമയം ഒരു പണിയെ സാധിക്കുള്ളൂ. എന്തായിരിക്കും ഗൗരിന്റെ ആൻസർ? 2+3i. 2+3iയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? -2 -3i. -2 -3i, അല്ലെങ്കിൽ -2+3i എന്നിട്ടാൽ മതി കേട്ടോ. -2 -3i ഇത് രണ്ടും കൂടെയും കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയി പോകും. 2+3i പ്ലസ് -2 -3i കൂട്ടിക്കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് ആണ്, -z ആണ് കേട്ടോ. -z ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ, കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. ഫോർ എനി കോംപ്ലക്സ് നമ്പർ ഇസഡ് എലമെന്റ് ഓഫ്, ഫോർ എനി കോംപ്ലക്സ് നമ്പർ ഇസഡ് അത്ര മതി. ഫോർ എനി കോംപ്ലക്സ് നമ്പർ ഇസഡ്, for any complex number z, there exists another complex number -z. There exists another complex number -z. For any complex number z, there exists another complex number -z such that z plus -z equal to -z plus z equal to 0. For any complex number z, there exists another complex number -z such that z plus -z കണ്ടാലും -z plus z കണ്ടാലും 0 ആയിരിക്കും. The complex number -z is called, the complex number -z is called additive inverse of z. Complex number -z is called additive inverse of z. ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നമുക്ക് ഇതിന്റെ വലിയ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. എഴുതിയോ? അപ്പൊ 4 പ്രോപ്പർട്ടിയാ പറഞ്ഞ കേട്ടോ. ഒന്നാമത്തേത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. 2 കോംപ്ലക്സ് നമ്പർ ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി.
3 കോംപ്ലക്സ് നമ്പർ ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും സെയിം ആയിരിക്കും. നാലാമത്തത് അഡിറ്റീവ് ഐഡന്റിറ്റി. 0 എന്ന കോംപ്ലക്സ് നമ്പർ ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി. അടുത്തത് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇസഡ് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ മൈനസ് ഇസഡ് ആണ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഏത് കോംപ്ലക്സ് നമ്പർ എടുക്കുന്നോ അതിന്റെ നെഗറ്റീവ് ആണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഹെഡിങ് കൊടുക്കുക, ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ ഡിഫറൻസ്. ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ഡിഫറൻസും. ആഡ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്തത്? എങ്ങനെയാ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്തത്? എങ്ങനെയാ മാഹിനെ? രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞ എന്നാ നീ എന്ത് ചെയ്യും? അതിന്റെ ഇമാജിനറി പാർട്ടും മറ്റേ പാർട്ടും കൂട്ടും. ഇമാജിനറി പാർട്ടും മറ്റേ പാർട്ടും കൂട്ടുമെന്ന് പറഞ്ഞാൽ മറ്റേ പാർട്ടിന്റെ പേര് നിനക്ക് അറിയാൻ പാടില്ല. മറ്റേ പാർട്ടിന്റെ പേരെന്താ? റിയൽ പാർട്ട്. റിയൽ പാർട്ട്. നീ പറഞ്ഞതിനകത്ത് വ്യക്തത കുറവുണ്ട് മകനെ. ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും കൂട്ടുമെന്നാ പറഞ്ഞേ. ഇതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. ശരി, രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെയും റിയൽ പാർട്ടുകൾ തമ്മിൽ കൂട്ടി എഴുതും, അതുപോലെ രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെയും ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ കൂട്ടി എഴുതും. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കേട്ടോ. സബ്ട്രാക്ഷൻ ആയി കഴിയുമ്പോൾ ഏതിൽ നിന്നാണോ കുറയ്ക്കേണ്ടതെന്ന് നോക്കുക. റിയൽ പാർട്ടുകൾ തമ്മിൽ കുറച്ചെഴുതുക, ഇമാജിനറി പാർട്ടുകൾ തമ്മിലും കുറച്ചെഴുതുക. അത്രേ ഉള്ളൂ സബ്ട്രാക്ഷൻ. കൂട്ടാൻ പറഞ്ഞാൽ റിയൽ പാർട്ട് കൂട്ടണം, ഇമാജിനറി പാർട്ട് കൂട്ടണം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എഴുതാം, Z1 ഈക്വൽ ടു A പ്ലസ് IB എന്ന ഒരു കോംപ്ലക്സ് നമ്പർ, Z2 ഈക്വൽ ടു C പ്ലസ് ID എന്ന കോംപ്ലക്സ് നമ്പർ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണണം. Z1 മൈനസ് Z2 കാണാൻ പറഞ്ഞാൽ A പ്ലസ് IB ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ മൈനസ് രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ C പ്ലസ് ID ഈക്വൽ ടു എന്ത് വരും എന്ന് പറഞ്ഞു നീ. ഇത് ചെയ്യാൻ പുതിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കാനില്ല. കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടി എഴുതില്ലേ, അതുപോലെ തന്നെ കുറച്ച് എഴുതിയാൽ മതി. വേറെ വലിയ പുതിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പുതിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വരുന്നില്ല. എങ്ങനെ കുറച്ച് എഴുതും? എങ്ങനെ കുറയ്ക്കും ഫാത്തിമ? A minus C minus I. A minus C A minus C minus ശരി. I B minus D. ഡി. ഇതെന്താ ഫാത്തിമ ഇത്? ഒരു രൂപവും കിട്ടണില്ലല്ലോ കണ്ടിട്ട്. എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ? A minus C minus IB minus D. പ്ലസ് അല്ലേ? എനിക്കറിയില്ല, ഫാത്തിമ പറഞ്ഞാൽ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റ് ആയിരുന്നു, അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടണം. ചെയ്ത് വെക്കുമ്പോ കിട്ടുള്ളൂ എനിക്ക്. ലെഫ്റ്റ് കുറച്ച് നേരത്തെ ആയിരുന്നു ഫാത്തിമ ലെഫ്റ്റ് ആയത്. ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പാ. അപ്പൊ ഒരു കണ്ടിന്യൂഷൻ. എന്തൊരു എന്റെ ആൻസർ മൂസിനെ? A പ്ലസ് IB മൈനസ് C പ്ലസ് ID. 0 ആണ് ടോട്ടൽ ആൻസർ. മൊത്തത്തിൽ ആൻസർ അല്ല 0 ആണ്. 0. രണ്ട് നമ്പറുകൾ കുറച്ച് എപ്പോഴും 0 ആയിരിക്കും.
ആണോടാ? 10 5 കുറച്ച് എത്രയാടാ? 10 മൈനസ് 5 എത്രയാ? 5 20 മൈനസ് 10 10 50 മൈനസ് 20 -5 50 മൈനസ് 20 50 മൈനസ് 50 മൈനസ് 20 -20 50 മൈനസ് 20 30 -20 30. അപ്പൊ നീ ഒരിടത്ത് 0 വന്നില്ല കേട്ടോ. 2 നമ്പറുകൾ കുറച്ചിട്ടുണ്ടെങ്കിൽ 0 വരുന്നത് നീ എന്താ അർത്ഥത്തിലാ പറഞ്ഞ? 2 നമ്പർ സെയിം ആണെങ്കിലേ 0 വരുള്ളൂ. എടാ, ഒരു നമ്പറിൽ 4 നമ്പർ തന്നെ കുറച്ചല്ലേ 0 കിട്ടുള്ളൂ. അതെ. ഈ എ പ്ലസ് ഐ ബി സി പ്ലസ് ഐ ഡി ഒന്നാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 2 കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞേ. 2 കോംപ്ലക്സ് നമ്പർ. രണ്ടും ഒന്നല്ല എന്റെ അർത്ഥം. രണ്ടും വേറെ വേറെതാണ്. 2 കോംപ്ലക്സ് നമ്പർ ആണ്. എ പ്ലസ് ഐ ബി ഒരു കോംപ്ലക്സ് നമ്പർ, സി പ്ലസ് ഐ ഡി വേറെ കോംപ്ലക്സ് നമ്പർ. അവ തമ്മിൽ കുറച്ചാൽ എന്ത് കിട്ടും? A minus C plus A minus C plus IB minus ID. IB minus ID. ശരിയാണ്. നിനക്ക് നല്ല സംശയം ഉണ്ട് ഈ പറഞ്ഞതിനകത്ത്. ശരിയാ കേട്ടോ, ശരിയായെന്നുള്ളൂ. നിനക്ക് അതിനകത്ത് നല്ല സംശയം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എ മൈനസ് റിയൽ പാർട്ട് കുറയ്ക്കണം, എയിൽ നിന്ന് സി കുറയ്ക്കണം. നിങ്ങൾ ഇങ്ങനെ നോക്കണ്ട കേട്ടോ, ചുമ്മാ ഇങ്ങനെ എഴുതിയാൽ മതി. എ പ്ലസ് ഐ ബി, ഈ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് സി മൈനസ് ഐ ഡി എന്ന് വരും. അത്രയുള്ളൂ. എ മൈനസ് സി, ഐ ബി മൈനസ് ഐ ഡി. ഐ കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റിയേക്കാം. എ മൈനസ് സി പ്ലസ് ഐ ഇൻറ്റു ബി മൈനസ് ഡി. ഇതാണ് ആൻസർ. ഇങ്ങനെയൊന്നും ഓർത്തിരിക്കണ്ട കേട്ടോ. സാധാരണ ചുമ്മാ കുറക്കണ പോലെ കുറച്ചാൽ മതി. ഞാൻ വേറെ കാണിച്ചു തരാം, എക്സാമ്പിൾ കാണിച്ചു തരാം. 2 + 3i മൈനസ് 5 + 10i. ഇതാ ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. ഈക്വൽ ടു, നമ്മൾ എങ്ങനെ കാണാം? 2 + 3i മൈനസ് 5, ഈ മൈനസ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, മൈനസ് 5i മൈനസ് 10i. ഇത് എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 2 + 3i മൈനസ് 5ഉം മൈനസ് 10iയും. 5ഉം കുറയ്ക്കണം 10iയും കുറയ്ക്കണം കേട്ടോ. -5 മൈനസ് 10i. നീ ഒരേപോലത്തെ കുറച്ചോ. 2 - 5, 2 - 5 കാണുമ്പോൾ -3 എന്ന് കിട്ടും. 3i ഉണ്ട്, 3i മൈനസ് 10i, 3i മൈനസ് 10i -7i എന്ന് കിട്ടും. അത്രേ ചെയ്യാനുള്ളൂ. റിയൽ പാർട്ട് കുറച്ച് എഴുതുക, ഇമാജിനറി പാർട്ട് കുറയ്ക്കുക. ഇനി സൈൻ നെഗറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ എന്ത് ഓപ്പറേഷൻ ആണോ അവിടെ ചെയ്യേണ്ടി വരുന്നത് ചെയ്യുക. സാധാരണ നമ്പർ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. കോംപ്ലക്സ് ആണെന്ന് ഓർത്ത് ഇങ്ങനെ ഫോർമുല കാണാപ്പടം പഠിക്കുന്നുണ്ടോ? A - C + I × B - D അങ്ങനെയൊന്നും കാണാപ്പടം പഠിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. ചുമ്മാ ഓപ്പറേറ്റ് അങ്ങ് ചെയ്താൽ മതി. ഞാൻ വേറെ എക്സാമ്പിൾ തരാം. ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്, ആദ്യം എഴുതി വെക്കുക. If Z1 = A + IB and Z2 = C + ID, if Z1 = A + IB and Z2 = C + ID, then Z1 - Z2 = example 1. Example 1. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ക്വസ്റ്റ്യൻ തന്നേക്കാം. താഴെ പറയുന്ന ഓരോന്നായിട്ട് കണ്ടുപിടിച്ചോളൂ കേട്ടോ. 5 + I minus -5 + 2i. 7 - I
minus 10 minus 2i. 2 plus I minus 10 minus I. ചെയ്തോളൂ കേട്ടോ. ആദ്യം ബ്രാക്കറ്റ് അങ്ങ് മാറ്റിക്കളഞ്ഞ് തുറന്നങ്ങ് എഴുതിക്കോട്ടോ. ബ്രാക്കറ്റൊക്കെ തുറന്നങ്ങ് എഴുതിക്കൊള്ളുക, എന്നിട്ട് ആൻസർ എഴുതുക, അല്ലെങ്കിൽ തെറ്റിച്ചളയും. അനന്തു പി എം എ പറഞ്ഞടാ, രണ്ടാമത്തെ ആൻസർ സ്റ്റെപ്പ് സഹിതം പറഞ്ഞു തന്നോ. 5 plus I plus 5 plus 2i പ്ലസ് 5 plus 5 plus 2i അല്ല. അല്ലേ? നിനക്ക് എങ്ങനെയായി -5 +5 ആയത്? അത് 2 മൈനസ് 1 ആയിരുന്നു. 2 മൈനസ് 1. അപ്പൊ ഈ പുറത്തെടുക്കണ മൈനസ് നീ -5 കൊടുത്തില്ലേ? ഓക്കെ അപ്പൊ -2i. ഞാൻ എന്ത് കൊടുക്കാതെ രണ്ടുപേർക്കും കൂടെ അവകാശപ്പെട്ടാന്ന് ഈ പുറത്തെടുക്കണത്. 2 പേർക്കൂടെയും ഉള്ള സാധനമാണ് പുറത്തെടുക്കുന്നത്. അപ്പൊ -2i വരും. ഈക്വൽ ടു ആൻസർ ഓറ 0. റിയൽ പാർട്ട് 0 അങ്ങനെ റിയൽ പാർട്ട് 0 ആയേ? 5 മൈനസ് 5 അല്ലേ? അല്ല 10. നീ എന്താണ് പറയണേ? ഇവിടെ 5 + 5 എന്ന് എഴുതിട്ട് 5 - 5ഓ? 10 പ്ലസ് ഐ അല്ലേ? ഇവിടെ ഒരു ഐ ഉണ്ട്. I - 2i അതിൽ കിടക്കണത്. അപ്പൊ എത്ര വരെ? I - 2i അല്ല മൈനസ് ഐ. -i 10 - i 10 - i. അടുത്ത ക്വസ്റ്റ്യൻ അമാൻ. ഒന്നും കേൾക്കാൻ പാടില്ല കേട്ടോ. തസ്കിന അർഷാദ് പറയടാ. 7 - I -10 -2i ആണോ +2i ആണോ? പ്ലസ് ആന്നേ. നിനക്ക് എന്തിനാ ഇതിന് എത്ര സംശയം? -1 പ്ലസ് ആവും. +2i ഈക്വൽ ടു -3i -3 -3 -3i അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞേ?
-1 + 2i എന്ന് എഴുതുക. ആ മൈനസ് ഐ ഉണ്ട് ഇവിടെ, മൈനസ് ഐ ഉണ്ട് 2i ഉണ്ട്. അപ്പൊ 3 എന്ന് എഴുതുക. മൈനസ് ഐ പ്ലസ് 2i. എടാ മൈനസ് ഐ പ്ലസ് 2i എന്നല്ലേ എഴുതിയേക്കണത്? അതെത്രയത്? മൈനസ് ഐയുടെ കൂടെ 2i. മൈനസ് ഐ പ്ലസ് 2i. 1i അല്ലെങ്കിൽ ഐ. ഇതെങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇതെങ്ങനെ ഇത് പറയാൻ നിങ്ങൾക്ക് എന്താ ഇത്ര പാട്? ചെറിയ നമ്പർ, വളരെ ചെറിയ നമ്പർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പ്ലസ് 2iയും മൈനസ് ഐയും ആണ്. പ്ലസ് 2i മൈനസ് ഐ. 2iൽ നിന്ന് ഐ പോയാൽ എത്രയാണ്? 2iൽ നിന്ന് ഐ പോയി കഴിഞ്ഞാൽ ഐ, 2iൽ നിന്ന് 1i പോയി കഴിഞ്ഞാൽ ഐ വരും, പ്ലസ് ഐ വരും. നാലാമത്തത് ആരോൺ? സാർ ആൻസർ പറയണോ മറ്റേ സ്റ്റെപ്പ് വേണം. 2 + i ആം -10 + i. ഓക്കെ, ഈക്വൽ ടു 8i -8 + 2i. ഓക്കെ, ഗുഡ്. -8 + 2i. -8 + 2i. i plus i 2i. 2 - 10. കിട്ടിയ പിള്ളേരെ? സാധാരണ നമ്പറുകൾ നിങ്ങൾ കോംപ്ലക്സ് ഒന്നും ആലോചിക്കണ്ട. സാധാരണ നമ്പർ കൂട്ടാൻ പറഞ്ഞാൽ എങ്ങനെ കൂട്ടും, എങ്ങനെ കുറയ്ക്കും, അത്രേ ഉള്ളൂ. കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടി എഴുതുക, കുറയ്ക്കാൻ പറഞ്ഞാൽ കുറച്ച് എഴുതുക. നിങ്ങൾക്ക് ഈ പോസിറ്റീവും നെഗറ്റീവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോണ്ടാകുന്ന അല്ലാത്ത പ്രശ്നങ്ങളാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ കോംപ്ലക്സ് ആവണതിന്റെ കുഴപ്പമല്ല. വേരിയബിൾസ് വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും അതുപോലെ തന്നെ ചെയ്താൽ മതി. അടുത്തായിട്ട് ഐഡന്റിറ്റീസ്. 3-4 ഐഡന്റിറ്റീസ് ഉണ്ട്. ഐഡന്റിറ്റീസ് എല്ലാം നമ്മൾ പഠിച്ചേക്കുന്ന ഐഡന്റിറ്റീസ് തന്നെയാണ്. കോംപ്ലക്സ് നമ്പർ വെച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഐഡന്റിറ്റീസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സസൈസിലേക്ക് വരാം. ഐഡന്റിറ്റീസ് എനിക്ക് വെറുതെ എഴുതി തരാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഐഡന്റിറ്റീസ് നമ്പർ നിങ്ങൾ എഴുതിക്കൊള്ളുക. Z1 + Z2 ഹോൾ സ്ക്വയർ. Z1 + Z2 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ഇതുപോലത്തെ ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാ ഇതുപോലത്തെ ഐഡന്റിറ്റി പഠിച്ചേക്കണത്? കോംപ്ലക്സ് അല്ലാണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ കോംപ്ലക്സ് ആയിരുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. a + b ഹോൾ സ്ക്വയർ. a + b ഹോൾ സ്ക്വയർ അനുസരിച്ച് ഇതൊന്ന് പറഞ്ഞേ. Z1 + Z2 ഹോൾ സ്ക്വയർ. Z1 square plus 2 into Z1 into Z2 2Z1 Z2 plus Z2 square. Z2 square. Z1 square plus 2Z1 Z2. Z1 square plus 2Z1 Z2 plus Z2 square. Z1 minus Z2 the whole square. And the Elizabeth. Z1 square minus 2Z1 Z2 plus Z2 square. ശരി, ഓക്കെ. മൂന്നാമത്തത് Z1 plus Z2 whole cube. Z1 plus Z2 the whole cube. ഏഞ്ചലെ ക്യൂബ് വന്ന് പഠിച്ചിട്ടില്ലല്ലോ.
പഠിച്ചിട്ടുണ്ടാവണമല്ലോ ക്യൂബ് എന്നത്. അറിയില്ല. പഠിച്ചിട്ടില്ല. ക്യൂബിനൊക്കെ സാധാരണ സ്കൂളിൽ പഠിക്കേണ്ടതാണല്ലോ. എന്തോരും ഗ്രേസേ? Z1 cube Z1 ക്യൂബ് plus ആം 3Z1 square ഓക്കെ. 3Z1 സ്ക്വയർ Z2 ശരിയാണ്, പറഞ്ഞോ. 3Z1 സ്ക്വയർ Z2 പ്ലസ് plus Z1 square അല്ല, plus ആദ്യത്തെ രണ്ടിടേം കിടക്കാം. 3Z1 square Z2 അല്ല, 3Z1 Z2 സ്ക്വയർ ആണ് കേട്ടോ. ആദ്യത്തെ Z1 സ്ക്വയർ, രണ്ടാമത്തെ Z2 സ്ക്വയർ. 3Z1 സ്ക്വയർ Z2 പ്ലസ് 3Z1 Z2 സ്ക്വയർ പ്ലസ് Z2 cube. Z2 ക്യൂബ്. ശരി, ഇത് പഠിക്കണം കേട്ടോ. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കും ചാപ്റ്റർ 8-ല്. ചാപ്റ്റർ 8-ല് ഏത് പവർ വന്നാലും എഴുതാൻ പാകത്തിന് നിങ്ങൾ പഠിക്കും കേട്ടോ. ക്യൂബ് വന്നാലോ 4 വന്നാലോ 5 വന്നാലോ ഒക്കെ എങ്ങനെ എഴുതാന്നുള്ളത് നമ്മൾ ചാപ്റ്റർ 8 പഠിക്കും. Z1 ക്യൂബ്, അവസാനം Z2 ക്യൂബ്. നടുക്കുള്ള രണ്ട് ടൈമും 3 ആണ്. 3 ആദ്യത്തേലെ Z1 സ്ക്വയർ Z2, രണ്ടാമത്തേല് 3 Z1 Z2 സ്ക്വയർ. അതിന് കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ 8ാമത്തെ ചാപ്റ്റർ പഠിക്കും. ഇതുപോലെ മൈനസ് ആണെങ്കിൽ 4ാമത്തത് Z1 മൈനസ് Z2 ക്യൂബ്. സെയിം ടൈംസ് ആട്ടോ പിള്ളേരെ, സെയിം ടൈംസ് ആണ്. Z1 ക്യൂബ് 3Z1 സ്ക്വയർ Z2, 3Z1 Z2 സ്ക്വയർ Z2 ക്യൂബ്. സെയിം ടേംസ് ആണ്. ഇനി ആ സൈൻ അടുത്തുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. Z1 പ്ലസ് Z2 ക്യൂബ് ആണെങ്കിലും Z1 പ്ലസ് Z2 ക്യൂബ് ആണെങ്കിലും Z1 മൈനസ് Z2 ക്യൂബ് ആണെങ്കിലും ടേംസ് ഒന്ന് തന്നെയാണ്. സൈൻ എങ്ങനെ വരും എന്നറിയാമോ? ഫസ്റ്റും ലാസ്റ്റും മൈനസ് ആയിരിക്കും. ഫസ്റ്റും ലാസ്റ്റും മൈനസ്. അതായത് ഓൾട്ടർനേറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ് കേട്ടോ. ഓൾട്ടർനേറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്നാണ് വരുന്നത്. അതായത് ആദ്യത്തെ ടൈം പോസിറ്റീവ്, ആദ്യത്തെ ടൈം ഉദ്ദേശിച്ചത് Z1 ക്യൂബ് പോസിറ്റീവ്, Z1 ക്യൂബ് പോസിറ്റീവ്, അടുത്തത് നെഗറ്റീവ്, പിന്നത്തത് പോസിറ്റീവ്, പിന്നത്തത് നെഗറ്റീവ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അത് മുകളിലും അങ്ങനെയായിരുന്നു കേട്ടോ. ആ രണ്ടാമത്തെ നോക്കിയപ്പോൾ ആദ്യത്തെ ടൈം പോസിറ്റീവ്, രണ്ടാമത്തെ നെഗറ്റീവ്, മൂന്നാമത്തെ പോസിറ്റീവ്. അപ്പൊ നടുക്ക് മൈനസ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, ഓൾട്ടർനേറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിരിക്കും. ഓൾട്ടർനേറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അഞ്ച് Z1 സ്ക്വയർ മൈനസ് Z2 സ്ക്വയർ, Z1 സ്ക്വയർ മൈനസ് Z2 സ്ക്വയർ. അതെന്താ മാഹിനെ? അറിയില്ല സർ. അറിയില്ല. എന്താ ഹൻസ? ഹസ്ന Z1 plus Z1 plus Z2 Z1 plus Z2 into Z1 plus Z2 into Z1 minus Z2.
Z1 പ്ലസ് Z2 ഇൻറ്റു Z1 മൈനസ്. നിങ്ങൾ നേരത്തെ പഠിച്ച അതേ റിസൾട്ടുകൾ കേട്ടോ. അതേ റിസൾട്ടുകൾ കോംപ്ലക്സ് നമ്പർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. Z1 Z2 ടേബിൾ ആക്കിയെന്നുള്ളൂ. Z1 പ്ലസ് Z2 ഇൻറ്റു Z1 മൈനസ് Z2. എക്സസൈസ് 5.1 കേട്ടോ. എക്സസൈസ് 5. ഇത് നാളെ വരുമ്പോൾ ഈ കാര്യങ്ങൾ, നാളെ അല്ല കേട്ടോ, നാളെ അല്ല, വൈകുന്നേരം വരുമ്പോൾ ഈ കാര്യങ്ങൾ അറിയാതിരിക്കണം കേട്ടോ. എന്നും പറഞ്ഞ പോലെ പറഞ്ഞു പോയതാ. വൈകുന്നേരം വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാതിരിക്കണം. എക്സസൈസ് 5.1. സപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല. കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. 1 തൊട്ട് ചെയ്തു പോകുന്നത്. 5y എക്സ്പ്രസ് കണ്ടോ, വളരെ ക്വസ്റ്റ്യൻ കണ്ടോ. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ഗിവൺ ഇൻ എക്സസൈസ് 1 to 10 ഇൻ ദ ഫോം a plus ib. a plus ib ഫോമിൽ ആൻസർ എഴുതാനാണ് പറഞ്ഞേക്കണത്. സിംപ്ലിഫൈ ചെയ്ത് a plus ib ഫോമിൽ എഴുതണം. a plus ib ഫോമിൽ ഇത് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 1. ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. 5i into minus 3 by 5i. 5i into minus 3 by 5i equal to. നിങ്ങൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്തു പൊക്കോളുക കേട്ടോ. പുതിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്പറുകളോ പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേരിയബിൾസ് വരുന്ന ഇത് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ എങ്ങനെ ചെയ്യും അതുപോലെ തന്നെ ചെയ്താൽ മതി. എന്തായിരിക്കും സന ഇതിന്റെ ആൻസർ? സാർ ചെയ്ത് നോക്കിട്ട് പറഞ്ഞ പോരെ. ശരി, ഞാനപ്പോ അത്ര നേരം വെറുതെ ഇരിക്കണ്ടേ? എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. സന എന്താ ചെയ്യാൻ പോടെ നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പൊ ഞാനും ചെയ്യാം. 5നെയും മൈനസ് 3/5നെയും ഇൻറ്റു ചെയ്യണം. 5നെയും മൈനസ് 3/5നെയും ഇൻറ്റു ചെയ്യണം. അപ്പൊ എന്ത് വരും? ആ 5ഉം 5ഉം വെട്ടിപ്പൊക്കോളൂല്ലേ? -3 വരില്ലേ? ഇവിടെ 5 ഉണ്ട്, ഈ താഴത്തെ 5ഉം വെട്ടിപ്പോളും. പ്രോഡക്റ്റ് ആണ് 5ഉം 5ഉം വെട്ടിപ്പോയിട്ട് -3 വരും. പിന്നെ ബാക്കി എന്നൊക്കെ അവിടെ ഉള്ളത് നോക്കി. വേറെ എന്നാ ഉള്ളേ? ഐ ഉണ്ട്. ഐ മാത്രമല്ലോ? 2i ഉണ്ട്. 2i. 2i മാത്രല്ലേ ഉള്ളൂ. 2i ഉണ്ട്. അപ്പൊ എന്ത് വരും? അത് ഞാൻ എന്ത് എഴുതണം ഇവിടെ? -3 2i into 2i എന്ന് എഴുതണം. ആ 2i കിട്ടിയത് മാത്രം എനിക്ക് മനസ്സിലായില്ല. അല്ല, അതിന്റെ പൈ ഇട്ടാ പോരെ? അതിന്റെ പൈ ഇട്ടാ പോരെ? 5i മൈനസ് 3/5 എന്നുള്ളത് ഐ തന്നെയല്ലേ? പൈ ഇട്ടാ അല്ല, ഞാൻ ചെയ്യട്ടെ സന. 5x into x എത്രയാ? സനോട് ചെയ്യണം. 5x into x എത്രയാണ്? 5x² അല്ലേ? ഒരു എക്സ് ഇട്ടാ പോരായിരുന്നോ? പിന്നെ എന്തിനാ സ്ക്വയർ ഇട്ടെ? സന 5x into x ന്റെ ആൻസർ എന്താണ്? 5x ആണോ 5x² ആണോ? 5x². ഉറപ്പാണോ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താ? -3i into i ഉണ്ട്. i². i into i i² അല്ലേ? പിന്നെ എങ്ങനെ 2i എന്നൊക്കെ പറഞ്ഞു വിളിക്കണം? കൂട്ടാനാണോ മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ? i into i i² -3i². i into i i² ആണ്. -3i² ഈക്വൽ ടു -3 into എന്താണ് i²ന്റെ വാല്യൂ? അതുകൊണ്ടാട്ടോ അതൊക്കെ നേരത്തെ തന്നേക്കണത്. i²ന്റെ വാല്യൂ എന്താ സംശാദേ? i²ന്റെ വാല്യൂ -1. -1. i² -1 ആണ്. അപ്പൊ -3 into -1 എന്നാവും. -3 into -1 3.
This is equal to 3 plus 0i. കാരണം എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതാൻ പറഞ്ഞേക്കൊണ്ടാട്ടോ 3 plus 0 എന്ന് എഴുതിയത്. 3 എന്ന് മതി. 3 എന്ന് പറഞ്ഞാൽ ആൻസർ ആയി. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞേക്കുവാണ് 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതാൻ പറഞ്ഞേക്കുവാണ്. എ പ്ലസ് ഐ ബി ഫോം. എ റിയൽ പാർട്ട്, ബി ഇമാജിനറി പാർട്ട്. അപ്പൊ 3 എന്ന് മാത്രമേ ഉള്ളൂ. 3 plus 0 എന്ന് എഴുതിയേക്കും. ഇവിടെ ബി ഈക്വൽ ടു അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് ഈക്വൽ ടു 0. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കും ചോദിക്കാം. എത്ര ചെറിയ സംശയമാണല്ലോ നിങ്ങൾക്ക് ചോദിക്കാം. 5 വെട്ടിപ്പോയി. i into i, i square ആയി. i സ്ക്വയറിന് -1 എന്ന് കൊടുത്തു. -3 into -1 plus 3. വലിയ കാര്യങ്ങളൊന്നുമില്ല, വലിയ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഓർക്കണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിയുന്നവർക്ക് ചെയ്തു പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. അടുത്ത ക്വസ്റ്റ്യൻ i raised to 9 i raised to 19 ആണ്. രണ്ടും എത്രയാന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങ് കൂട്ടി വെച്ചേരെ. i raised to 9 plus i raised to 19. വേണേ സെപ്പറേറ്റ് കാണാം. i raised to 9 എന്ത് വരും? i raised to 9 എങ്ങനെ i raised to 9 കണ്ടുപിടിക്കണേ തോമസേ? I raised to 8 plus I raised to 1. i raised to 8 plus I raised to 1. plus i raised to 1. തെറ്റടാ. i raised to 8 plus i raised to 1 അല്ല. തോമസ് വേണം. എന്തോ? 8 into ഇൻഡു ആണ് കേട്ടോ. ഇൻഡു ആണ് കേട്ടോ. പ്ലസ് അല്ല. ഇൻഡു ആണ് വരുന്നത്. ഇൻഡു ആണ് വരുന്നത്. കേട്ടോ. സ്ക്രീൻ ഒന്ന് എടുക്കട്ടെ കേട്ടോ. കിട്ടില്ല മക്കളെ? സ്ക്രീൻ കിട്ടില്ല എന്ന് പറഞ്ഞേ. ശരി. ഇൻഡു ആണ് കേട്ടോ. നീ പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് ഇതായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. പ്ലസ് അല്ല. i raised to 8 into i raised to 1. തോമസ് കംപ്ലീറ്റ് ചെയ്ത് എത്ര വരും അപ്പൊ? i raised to 8 I raised to 8 1. 1. i raised to 1 i. 1 into i. 1 into i equal to i. i raised to 19 കാണണം. i raised to 19. i raised to 19 എന്ത് വരും? അൽഫാസെ i raised to 19 പറഞ്ഞേ.
എങ്ങനെ കിട്ടിയടാ? പെട്ടെന്ന് പറ. I raised to 16 into I cube. I raised to 16 1 വരും, I cube minus I വരും. Minus I. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ I raised to 9 plus I raised to 19. I raised to 9 I ആണ്, plus I raised to 19 minus I ആണ്. I plus minus I 0 എന്നായി പോകും. 0. That is equal to 0 plus 0I. A plus IB ഫോമിൽ എഴുതാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവസാനം ഞാൻ 0 plus 0 എന്ന് എഴുതിയത്. റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 0. കിട്ടിയത്? മൂന്നാമത്തെ ചെയ്തേ I raised to minus 39. I raised to minus 39. നിങ്ങൾ ചെയ്തു പോക്കോളൂ കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്തു പോകാവുന്നേ ഉള്ളൂ. I raised to minus 39. മാഹിനെ എങ്ങനെ കാണാം? മാഹിനെ I raised to minus 39. ആ പെട്ടെന്ന് പറയടാ, എന്തിനാ എത്ര സമയം കളയണേ? 39ന്റെ മുകളിലുള്ള 4ന്റെ മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ നീ പറ, സ്റ്റെപ്പ് പറഞ്ഞോട്ടെ. എനിക്ക് സ്റ്റെപ്പ് വേണം. അത് നീ പറഞ്ഞതുകൊണ്ട് എനിക്ക് എഴുതാനായിട്ട് പറഞ്ഞോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നാൽ മതി. അടുത്ത സ്റ്റെപ്പ് എന്ത് വേണം? 1/I raised to 39. ശരി, 1/I raised to 39. ഇനി 1ന് പകരം എന്ത് കൊടുക്കും? 40. I raised to 40. I raised to 40. I raised to 40 by I raised to 39 എന്ന് കൊടുക്കും. ഇപ്പൊ എന്താവും ഇത്? I raised to 40 minus 39 I എന്ന് കിട്ടും. 40 39 ഒരെണ്ണം വിട്ടുപോയിട്ട് ഒരു I ബാക്കി വരും. I ഇത്രേ ഉള്ളൂ. I raised to minus 39 equal to I. മഹിനെ മ്യൂട്ട് ചെയ്തോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ത്രീ ഇൻറ്റു 7 plus I7 plus I into 7 plus I7 equal to. സാധാരണ ചെയ്യണ പോലെ ചെയ്താൽ മതി കേട്ടോ. കോംപ്ലക്സ് ആണെന്നുള്ള ഒരു പ്രത്യേകതയും വേണ്ട. സാധാരണ ചെയ്യണ പോലെ ചെയ്തോളുക. സാധാരണ നമ്പറുകളും വേരിയബിളും ഒക്കെ വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും അതുപോലെ ചെയ്തോളുക. പറഞ്ഞ ആയിഷ. 3 into 7 21. 3 into 7 21. 3 into I7 I21. I21 അല്ലെങ്കിൽ 21 ആയി എഴുതിക്കോ. 21 I. 21 I. അത് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ I into 20 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. I into 21 ആയാലും കുഴപ്പമൊന്നുമില്ല. ശരി, 21 I. അടുത്ത plus 7 I. 7 I. ഓക്കെ. plus 7 I square. 7 I square. ഈ I സ്ക്വയറിന്റെ വാല്യൂ ആദ്യം കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ 21 ഉണ്ട്, പ്ലസ് 21 I ഉണ്ട്, 7 I ഉണ്ട്. എന്തൊരു I സ്ക്വയറിന്റെ വാല്യൂ? -1. അപ്പം -7. -7 ആവും. I സ്ക്വയർ -1 ആണ്, -7 ആകും. ശരി, ഈക്വൽ ടു പറഞ്ഞ ഒരേപോലത്തെ കൂട്ട്. 21 - 7 അല്ലേ? 21 - 7 14. 14. ഇത് 28 ആയി. 21 - 7 ഒരേപോലത്തെ നമ്പർ കുറച്ചു.
21 minus 7 14 ആയി. 21 ഐയും 7 ഐയും ഉണ്ട്, അത് 28 ഐയും ആയി. 14 plus 28 ആയി. Question number 5. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ, വളരെ സിമ്പിൾ ആണ്. Question number 5. 1 minus I. 1 minus I minus -1 plus I6. 1 minus I minus -1 plus I6. പറഞ്ഞ ഗൗരി. One minus I plus 1 minus I plus 1 minus 6I. 1 minus 6I. ശരി. 1 minus I minus of -1 plus 1 ആയി, minus into 6I minus 6I ആയി. 2 minus 7I. 2 1 plus 1 2 ആണ്. minus I യും minus 6I യും minus 7I ആണ്. 2 minus 7I. അടുത്ത കിട്ടിയോ അനന്ത്? ആറാമത്തെ കിട്ടിയോ? നീ വിശ്രമിക്കാനോണ്ട് ചോദിച്ചാ ആറാമത്തെ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ. 1/5 plus I into 2/5 minus 4 plus I 5/2. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക കേട്ടോ. കംപ്ലീറ്റ് ആക്കി വെക്കുക. അത് വൈകിട്ട് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സമയമായി, വൈകിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, പഠിച്ചു വരിക കേട്ടോ. ഓക്കെ.